കണ്ണൂരിൽ കടബാധ്യതയെ തുടർന്ന് കർഷകൻ ജീവനൊടുക്കി. ചെറുപുഴ സ്വദേശി ഏലിയാസ് അമ്പാട്ടാണ് കീടനാശിനി കുടിച്ച് ജീവനൊടുക്കിയത്. ഏലിയാസിന് കൃഷിയുടെ ഭാഗമായി വലിയ കടബാധ്യത ഉണ്ടായിരുന്നതായി ബന്ധുക്കൾ പറഞ്ഞു. 40 വർഷക്കാലമായി പച്ചക്കറി കൃഷി ചെയ്യുന്ന ഏലിയാസിന് വിപണി കണ്ടെത്താനാവാത്തതും നേന്ത്രക്കായയുടെ വില കുത്തനെ ഇടിഞ്ഞതും മാനസിക പ്രയാസമുണ്ടാക്കിയതായി നാട്ടുകാർ പറയുന്നു. നിഖിൽ അളവൂർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കഴിഞ്ഞ 40 വർഷമായി കൃഷി ജീവനായി കണ്ട ഒരു കർഷകനാണ് സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് ജീവനൊടുക്കുക എന്ന ഏറ്റവും അവസാനത്തെ ഒരു തീരുമാനത്തിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായത്. 40 വർഷമായി ഈ സമീപ പ്രദേശങ്ങളിലുള്ള ഭൂമി അത് പാട്ടത്തിനെടുത്താണ് ഇദ്ദേഹം കൃഷി ചെയ്ത് വന്നിരുന്നത്. അങ്ങനെ കൃഷി ചെയ്തു വന്നു. പക്ഷേ ഒരു സമയമായപ്പോൾ ആ കൃഷിക്ക് കൃത്യമായ വരുമാനം അതിൽ നിന്ന് ലഭിക്കാത്ത സാഹചര്യം വന്നു. വിളവെടുത്ത് കഴിഞ്ഞാൽ പോലും അതിനൊരു വിപണി കണ്ടെത്താൻ പറ്റാത്ത സാഹചര്യമുണ്ടായി. ഇതൊക്കെയാണ് വലിയ പ്രതിസന്ധിയിലേക്ക് കർഷകനെ എത്തിച്ചത് എന്നാണ് അയൽവാസികളും നാട്ടുകാരും ബന്ധുക്കളുമൊക്കെ പറയുന്നത്. അവരുടെ പ്രതികരണങ്ങളിലേക്ക് ആദ്യം പോകാം. സാമ്പത്തിക ബുദ്ധിമുട്ട് ഇത് തന്നെ, കൃഷിയെല്ലാം പരാജയമാണ്. സാമ്പത്തിക ബുദ്ധിമുട്ട് തന്നെയാണ് കാരണം. കടബാധ്യത ഒത്തിരിയുണ്ട്. കൃഷിയുടെ നഷ്ടമാണ് കൂടുതലും സാമ്പത്തികം വന്നിരിക്കുന്നത്. പിന്നെ ബാങ്കുകളിൽ നിന്നുമുണ്ട്, അതുപോലെ വ്യക്തികളിൽ നിന്നുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വായ്പ എടുത്തുകൊണ്ടിരുന്നു. കൃഷി കൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. ഏത് സമയവും കൃഷിത്തോട്ടത്തിൽ തന്നെ. നമ്മൾ എപ്പോൾ വിളിച്ചാലും പുള്ളി കൃഷിത്തോട്ടത്തിലായിരിക്കും. അവർ 5 മണിക്ക് പോയി 10 മണിക്കൊക്കെയാണ് തിരിച്ചു വരുന്നത്. നല്ല കൃഷി പുള്ളിയുടെ ഒരു 3-4 പേരുടെ പണി പുള്ളി തന്നെ എടുക്കും. അത്രയ്ക്ക് നീല അധ്വാനിക്കുന്ന മനുഷ്യനായിരുന്നു. സ്വകാര്യ വ്യക്തികളിൽ നിന്നും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും സഹകരണ സംഘങ്ങളിൽ നിന്നും എല്ലാമായി വായ്പയെടുത്താണ് ഇദ്ദേഹം കൃഷി ഇറക്കിയിരുന്നത്. ഈ കൃഷി എന്തെങ്കിലും ഒരിക്കൽ ലാഭത്തിലാകും. അങ്ങനെ ലാഭത്തിലാകുമ്പോൾ ഈ കടമൊക്കെ തിരിച്ച് വീട്ടാനാവും എന്ന ഒരു പ്രതീക്ഷയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഏറ്റവും ഒടുവിലും ഈ കൃഷി വിളവ് ലഭിക്കുന്ന സാഹചര്യത്തിൽ അതിന് വിപണി ഇല്ലാത്ത അവസ്ഥ വന്നു. മാത്രമല്ല ഈ പല സ്ഥലത്തും ഈ കൃഷി നശിച്ച് അത് കൃത്യമായ വിള പ്രതീക്ഷിച്ചതുപോലെ ലഭിക്കാത്ത സാഹചര്യം വന്നു. മാത്രമല്ല ഏക്കർ കണക്കിന് ഭൂമിയിൽ നേന്ത്രവാഴ കൃഷി ചെയ്തു. പക്ഷേ നേന്ത്രവാഴയുടെ വിലയിലുണ്ടായ വലിയ കുറവ് കൂടി ആയതോടുകൂടി ഒരു തരത്തിലും പിടിച്ചു നിൽക്കാനാവാത്ത സാഹചര്യത്തിലേക്ക് ഈ കർഷകൻ പോയി എന്നുള്ളതാണ് നാട്ടുകാരുൾപ്പെടെ പറയുന്നത്. അങ്ങനെയാണ് ഏറ്റവും ഒടുവിൽ ഏലിയാസ് ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് പോകുന്നതും. മോനിഷ് മോഹനോടൊപ്പം നിഖിൽ അളവൂർ, ന്യൂസ് മലയാളം, കണ്ണൂർ.